അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറെ പ്രതീക്ഷയോടെയായിരുന്നു സൈത്തൂൻ ബീവി ആ ദിവസം കഴിച്ചു കൂട്ടിയത്. അതെ റബ്ബേ, എൻ്റെ കൈകളിൽ ഒരു കുഞ്ഞുണ്ട്, എന്നാൽ ഒരു കുഞ്ഞിനെ കൂടി അവർക്ക് നീ കൊടുക്കണേ അല്ലാ. പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് സ്വന്തമാവണ്ണം ഈ കുഞ്ഞിനെ എന്നും എൻ്റെ കൂടെ കിടത്താം. അതല്ല എങ്കിൽ ഫർസാന കൊണ്ടുപോകും കുഞ്ഞിനെ. റബ്ബേ, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അറബിക്കും അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യ ഫർസാനക്കും റബ്ബേ, നീ പെട്ടെന്ന് തന്നെ രണ്ടാമതൊരു കുഞ്ഞിനെ നീ കൊടുക്കല്ല. നീ വിചാരിച്ചാൽ ഒരു നിമിഷം പോരെ എല്ലാത്തിനും. സൈത്തൂൻ ബീവി അങ്ങനെയൊക്കെയാണ് ദുആ ചെയ്യുന്നത്. അതെ, തൻ്റെ ഭർത്താവിൽ നിന്നുള്ള രണ്ടാം കുഞ്ഞിനെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരു കുഞ്ഞിനെ ഞാൻ ആഗ്രഹിച്ചപ്പോഴേക്കും പടച്ച റബ്ബ് നൽകി, എന്നാൽ മറ്റൊരു കുഞ്ഞും കൂടെ എനിക്ക് വേണമല്ല. അങ്ങനെ ഈ കൊട്ടാരത്തിൽ കുഞ്ഞുങ്ങൾ ഒരുപാട് വേണം. കളിച്ച് ചിരിച്ച് നടക്കുന്ന കുഞ്ഞുങ്ങൾ, ഈ കൊട്ടാരത്തിൻ്റെ അവകാശികൾ. എന്തൊക്കെ തന്നെയാലും എൻ്റെ നൂറുദ്ദീൻ ഈ കൊട്ടാരത്തിന് ഒരു അവകാശിയായി വന്നല്ലോ. അൽഹംദുലില്ലാ. സൈത്തൂൻ ബീവി ഓരോന്ന് ചിന്തിച്ചു കൊണ്ടേയിരുന്നു. അതെ, തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് അവനെ ഉറക്കുകയായിരുന്നു. അവൾക്ക് പെട്ടെന്നൊന്നും ഉറക്കം വന്നില്ല. എങ്ങനെ വരാൻ? ഇന്ന് ഫർസാനയുടെ ദിവസമാണ്. അവൾക്ക് വേണ്ടി ഞാൻ എൻ്റെ അറബിയെ നൽകിയ ദിവസമാണ്. ശരിയാണ്, അവളൊരു ഭാര്യയല്ലേ. പക്ഷേ എൻ്റെ ഭർത്താവ് വളരെയധികം മടിക്കുന്നുണ്ട്. റബ്ബേ, അവളോട് എൻ്റെ ഭർത്താവിന് കൂടുതൽ സ്നേഹം നീ നൽകി റഹ്മാനെ. കൂടുതൽ കൂടുതൽ അവൾക്ക് തിരിച്ചിങ്ങോട്ടും എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയണേ. അവളുടെയും ഭർത്താവല്ലേ, എനിക്കും അവൾക്കും ഒരേ സ്ഥാനമാണല്ലോ ഉള്ളത്. എന്നിട്ട് പോലും അവളും പലപ്പോഴും അവോയ്ഡ് ചെയ്യുകയാണ്. വല്ലാതെ അതൊഴിവാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. റബ്ബേ, രണ്ടാളുടെയും മനസ്സിൽ നീ സ്നേഹം ഇട്ടുകൊടുക്ക് റബ്ബേ. എന്തൊക്കെ തന്നെയായാലും ഏറെ പ്രതീക്ഷയോടെയായിരുന്നു ആ ദിവസം കഴിച്ചു കൂട്ടിയത്. അതെ, സെയ്ഫ് അറബിയും ഫർസാനയും ഒന്നാകുന്ന ആ നിമിഷം, അതിനുവേണ്ടി അവൾ കൊതിച്ചുപോയി. മറ്റൊരു വാർത്ത വേഗം കേൾക്കണം. ഫർസാന ഗർഭിണിയാണ് എന്നുള്ളത്. അത് കേട്ട് കഴിഞ്ഞാൽ സമാധാനമായി എനിക്ക്. അതെ, 2 കുഞ്ഞുങ്ങൾ, അത് ആദ്യം വേഗം ഉണ്ടാവുന്നത് ഏറ്റവും നല്ലതാണ്. സൈത്തൂൻ ബീവി മനസ്സിൽ പല 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 സ്വപ്നങ്ങളും കൊണ്ട് നടക്കുന്നു. അതെ, അവൾ വീണ്ടും ഗർഭിണിയാവുക എന്നുള്ള ലക്ഷ്യം എനിക്ക് ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയില്ല. പകരം ഫർസാനക്കെങ്കിലും നൽകട്ടെ ഒരുപാട് കുഞ്ഞുങ്ങളെ. അതായിരുന്നു അവൾ ആഗ്രഹിച്ചതും. എന്നാൽ ഈ സമയം അതാ ആ റൂമിൽ, ഫർസാനയുടെ റൂമിൽ അറബി ഫർസാനയുടെ അടുത്തുണ്ട്. അതേ റൂമിൽ. എന്നാൽ അറബി അവളോട് ഒരു കാര്യം പറയുന്നു. ഫർസാന, എനിക്ക് ഇങ്ങനൊരു അവസരം, അതായത് ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിൻ്റെ റൂമിൽ ഞാൻ കയറി വരേണ്ട ഒരവസ്ഥയാണ് എനിക്ക് വന്നത്. നിനക്കറിയാമല്ലോ, എല്ലാം ഞാൻ പറഞ്ഞതാണല്ലോ. അർബ, എല്ലാം എനിക്കറിയാം. ആ, അതുകൊണ്ട് ആദ്യം നിന്നോട് ക്ഷമ ചോദിക്കുന്നു. ഇത്രക്കും ഒരു യുവതിയായ ഒരു പെണ്ണിൻ്റെ അടുത്തേക്ക് ഒരു യുവാവായ ഞാൻ ഈ റൂമിൽ ഇങ്ങനെ നിൽക്കുക എന്നത് തന്നെ വളരെയധികം പ്രയാസകരമായ കാര്യമാണ്. ഞാനൊരു യുവാവാണ്, നീ ഒരു യുവതിയും. അതെ, ഞാനും നീയും ഈ റൂമിനകത്ത് ഒറ്റക്കാണ്. ഇവിടെ എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. ആരും അത് ചോദ്യം ചെയ്യുകയുമില്ല. പക്ഷേ ജഗന്യന്താവായ ഒരാളുണ്ട് മുകളിൽ, വലിയൊരു CCTV. അതെ, അവൻ നോക്കുന്നുണ്ടാകും. എല്ലാം അവനറിയും. എന്തൊക്കെ തന്നെ ചെയ്താലും അറിയും. അർബ, എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷ്മത പാലിച്ച് മതിയാവും. ഞാൻ നിന്നോടൊരു കാര്യം കൂടി ചോദിക്കട്ടെ ഫർസാന. നിൻ്റെ സൗന്ദര്യത്തിൽ, നിന്നിൽ ഞാൻ വല്ലാതെ ആകൃഷ്ടനാകുന്നുണ്ട്. എനിക്ക് ഏത് നിമിഷവും തെറ്റിപ്പറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതെ, ഞാൻ വലിയൊരു തെറ്റുകാരനാകേണ്ട അവസ്ഥ, അതെ, വലിയൊരു അടുപ്പുണ്ടാകും. ആ അടുപ്പിൽ നഗ്നരായ സ്ത്രീ പുരുഷന്മാർ, അവർ അതിൽ നിന്ന് പൊങ്ങുന്നുണ്ടാകും, ഉയരുന്നുണ്ടാവും. അവർ വ്യഭിചാരികളായിരിക്കും. അങ്ങനെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് യാത്രയിൽ കണ്ട ആ കാഴ്ച, അത് വ്യഭിചാരികളായ സ്ത്രീകളും പുരുഷന്മാരുമായിരുന്നു. വസ്ത്രങ്ങളില്ലാതെ
അവർ ആ തീക്കുണ്ടാരത്തിൽ കിടന്ന് മറിയുകയാണ്, പൊന്തുകയാണ്. യാ അല്ലാ, അപ്പോഴും ഹബീബ് എൻ്റെ ഉമ്മത്തി എന്നായിരിക്കും പറഞ്ഞത്. ഫർസാന, സത്യം പറഞ്ഞാൽ വലിയൊരു തെറ്റ് സംഭവിക്കും. അതെ, ഈ ദുനിയാവിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. എന്തൊക്കെ തന്നെയാലും രക്ഷപ്പെടാൻ കഴിയും. കാരണം ആരും നമ്മളെ എതിർക്കാനില്ല, ആരും കാണാനില്ല. എന്തിനേറെ എൻ്റെ ബീവി അടക്കം എനിക്ക് സപ്പോർട്ടാണ്. അതെ, അവർ നമ്മൾ രണ്ടുപേരും നല്ല രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് അവൾ ആഗ്രഹിക്കുന്നതും. അതുകൊണ്ട് ഫർസാന, ആരാരും കാണില്ല, ഒരു കുട്ടി പോലും കാണില്ല. ഞാനും നീയും ഇവിടെ എന്തൊക്കെ തന്നെ ചെയ്താലും ആരും കാണില്ല. എന്തൊക്കെ തന്നെയാലും ഞാൻ നിന്നോട് പറയാണ്, നമ്മളെ എല്ലാം വീക്ഷിക്കുന്ന ഒരുവനുണ്ടല്ലോ, അവനെ ഭയന്നിട്ട് മാത്രമാണ് ഞാൻ ഇതിൽ നിന്ന് പിന്മാറുന്നത്. അല്ല എങ്കിൽ ഞാൻ എപ്പോഴേ നിന്നിൽ അലിഞ്ഞു ചേർന്നിരുന്നു ഫർസാന. അതെ, സത്യമായിട്ടും. അത് പറയുമ്പോൾ അറബിയുടെ ചുണ്ടുകൾ വിറക്കുന്നുണ്ടായിരുന്നു. അർബ, എനിക്കറിയാം എല്ലാം. താൽക്കാലിക നിമിഷത്തെ ആ ഒരു സുഖത്തിന് വേണ്ടി നമ്മളൊരിക്കലും തെറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ സൈത്തൂൻ ബിയുടെ ആഗ്രഹം ഒരു കുഞ്ഞ് എന്നുള്ള രീതിയിൽ അങ്ങയോട് ഞാനത് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാം ശരിവെച്ചത് തന്നെയാണ്. നിങ്ങൾക്ക് എൻ്റെ ചരിത്രം അറിയാം. അർബ, സത്യമായിട്ടും എനിക്കും കിട്ടില്ലേ ആ ശിക്ഷകൾ? അവൾ കരഞ്ഞുകൊണ്ടായിരുന്നു അത് പറഞ്ഞത്. ഒരു നിമിഷം അറബി അവളോട് പറഞ്ഞു, ഫർസാന, അള്ളാഹുവിനോട് പൊറുക്കലിന് തേടുക, കരഞ്ഞ് കരഞ്ഞ് പൊറുക്കലിന് തേടുക. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബിനോട് കരഞ്ഞ് സുജൂദിൽ കിടന്ന് കരയുക. അല്ലാ, തെറ്റ് പറ്റിപ്പോയി അല്ലാ, ഇനി ഒരിക്കലും അങ്ങനെ ഒരു തെറ്റിലേക്ക് ഞാൻ പോകില്ല അല്ലാ. അതിനുള്ള ആഗ്രഹം അല്ലെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടാകല്ല അല്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് കരഞ്ഞു പറയുക. കരഞ്ഞു പറഞ്ഞാൽ കാരുണ്യവാനും കരുണാനിധിയുമായ റഹ്മാനും റഹീമുമായ റബ്ബത് കേൾക്കും, എല്ലാ ദോഷങ്ങളും പുറത്തു തരും. ഫർസാന, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നീയൊക്കെ എത്രയോ പശ്ചാത്തപിച്ചതവളല്ലേ. അർബ, സത്യമായിട്ടും. എന്നാലും എൻ്റെ മനസ്സിൽ വല്ലാതെ അങ്ങ് പറഞ്ഞ വാക്കുകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു കയറി. സാരല്ല. പിന്നെ ഫർസാന, എനിക്ക് നിന്നെ വിവാഹം കഴിക്കുവാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്, നിക്കാഹ് കഴിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ചില തടസ്സങ്ങൾ അതിന് മുന്നിൽ നിൽക്കുന്നു. അതെ, അത് തെളിവ് വേണം, ഭർത്താവില്ല എന്നുള്ളത് വേണം, സാക്ഷികൾ വേണം. അങ്ങനെയൊക്കെ ആയിത്തീരുമ്പോഴേക്കും എൻ്റെ സൈത്തൂൻ അതറിയുമോ എന്നുള്ള ഭയവും എനിക്കുണ്ട്. ഒരു പക്ഷേ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ആ കുഞ്ഞിനോടുള്ള സ്നേഹം ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു വേദനയും എനിക്കുണ്ട്. റബ്ബേ, പക്ഷേ അറിയാതെ ചെയ്യണം. എന്തൊക്കെ തന്നെയായാലും നിന്നെ കണ്ട് ഞാൻ ഒരുപാട്, എൻ്റെ മനസ്സിലേക്ക് ആഗ്രഹങ്ങൾ ജനിച്ചു കഴിഞ്ഞു. ഞാനൊരു മനുഷ്യനല്ലേ, വെറും പച്ചയായൊരു മനുഷ്യനല്ലേ. ഞാൻ എൻ്റെ ബീവിയിൽ നിന്ന് കിട്ടാത്ത പലതും എനിക്ക് നിന്നിൽ നിന്ന് കിട്ടുമെന്ന് എനിക്കേറെ പ്രതീക്ഷയുണ്ട്. അതെ, എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാനും നിനക്ക് കഴിയും. അത് പറഞ്ഞപ്പോൾ അറബിയുടെ കണ്ണുകൾ നിറഞ്ഞു, കൂടെ ഫർസാനയുടെയും. അല്ലാ. പെട്ടെന്ന് തന്നെ അറബി തൻ്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഫർസാനയോട് പറഞ്ഞു, ഫർസാന, നേരം വെളുക്കുവോളം എനിക്ക് ഈ ഒരു മൂല നീ എനിക്ക് തരണം. നിൻ്റെ റൂമിൽ ഒരിക്കൽ പോലും ഞാൻ നിസ്കരിക്കുന്നത് അത് നല്ലതല്ല, എനിക്കറിയാം. പക്ഷേ സൈത്തൂൻ അവൾ കണ്ടാൽ. അർബ, നിങ്ങൾ നിസ്കരിച്ചോളൂ, നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചോളൂ. സൈത്തൂൻ, നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ എനിക്ക് മറ്റൊന്നും ഓർമ്മയുണ്ടാകില്ല, സത്യമായിട്ടും. അർബ, നിങ്ങൾ പ്രവേശിച്ചോളൂ. അവൾ ഒന്നൊതുങ്ങി നിന്നു. അതെ, ഒരിക്കൽ പോലും നിസ്കാരത്തിലേക്ക് ഒരു ചിന്ത മാറാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അവൾ പതുക്കെ ഒരു ഭാഗത്തേക്ക് കിടന്നു പുതപ്പിട്ട് മൂടി. എന്നാൽ ഈ സമയം അറബി നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു.
അതെ, അദ്ദേഹം നിസ്കരിക്കുമ്പോഴും കരയുകയായിരുന്നു എന്നൊരു തോന്നൽ. ഒരു പക്ഷേ താൻ ചെയ്ത തെറ്റുകളെങ്ങാനും അല്ലാ അത് ഒരിക്കൽ പോലും കരുതിക്കൂട്ടിയല്ല. എൻ്റെ ഭാര്യയുടെ നിർബന്ധം മാത്രമാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചത്. അല്ലാ പഠിച്ചവനെ. അദ്ദേഹം നിസ്കരിച്ചുകൊണ്ടേ ഇരുന്നു. സലാം വീട്ടി. ഒരു നിമിഷം അദ്ദേഹം ആ ബെഡിലേക്ക് നോക്കി. അതാ സുന്ദരിയായ ആ പെണ്ണ് അവിടെ ഉറങ്ങിക്കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് സങ്കടമാണ് തോന്നിയത്. അവളുടെ ആ മുഖം കണ്ടപ്പോൾ എന്തൊക്കെയോ മനസ്സിനുള്ളിലേക്ക് വന്നു. ഹേയ്, പാടില്ല, നോ, നിസ്കാരത്തിലാണ്, നീ നിസ്കരിച്ച് സലാം വീട്ടിരിക്കുകയാണ്, ഒരിക്കൽ പോലും ഹറാമിലേക്ക് കണ്ണു പോവരുത്. അറബി ഒരു നിമിഷം ചിന്തിച്ചു. യാ അല്ലാ റബ്ബേ, ഹൈറായ ഒരു ജീവിതം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കെൻ്റെ ഭാര്യയിൽ നിന്ന് അതുതന്നെയാണ് കിട്ടിയത്. പക്ഷേ കുഞ്ഞില്ല എന്നുള്ള ഒരു കാര്യം കൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വന്നതല്ല. എൻ്റെ ഭാര്യയെ ഞാൻ ചതിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ജെയ്ത്തൂൻ ബേബി, പാവമാണ് അവൾ ഞാൻ ചതിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അതാ അവൾ ഉറങ്ങിക്കഴിഞ്ഞു. നിസ്കരിച്ച് കാലുകൾ വേദനിച്ചു തുടങ്ങി. അതെ, പതുക്കെ അതാ സെയ്ഫ് അറബി അവിടെ നിന്ന് ഇറങ്ങുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒരുപക്ഷേ ജെയ്ത്തൂൻ ബീവി, അല്ലെങ്കിൽ വേണ്ട, വീണ്ടും ആ നിസ്കാരപ്പായയിൽ തന്നെ അതാ സെയ്ഫ് അറബി ഇരിക്കുന്നു, ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിക്കൊണ്ട്. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹവും ഉറക്കത്തിലേക്ക് വഴുതി വീണു. അദ്ദേഹം ആ ഇരിപ്പിൽ ദിക്റും സ്വലാത്തുകളും എല്ലാം ചൊല്ലി അതാ ഉറക്കം അദ്ദേഹത്തെ തഴുകി തലോടിയിരുന്നു. എന്നാൽ ഈ സമയം ജെയ്ത്തൂൻ ബീവി 4 മണിയായപ്പോൾ ജെയ്ത്തൂൻ ബീവി ഒരു നിമിഷം ഉണർന്നു. അല്ലാ വാവ നല്ല ഉറക്കത്തിലാണ്. ഒരു നിമിഷം അവൾ ഓർത്തു, റബ്ബേ, എൻ്റെ സൈഫും എൻ്റെ ഫർസാനയും ഒരുമിച്ച് കെട്ടിപ്പിടിച്ചുറങ്ങുകയായിരിക്കും. അവരുടെ എല്ലാ സന്തോഷങ്ങളും പരസ്പരം പങ്കുവെച്ചുകൊണ്ട്. അല്ലാ, അവരെ വിളിക്കണ്ടേ തഹജ്ജുദ് നിസ്കരിക്കുവാൻ വേണ്ടിയിട്ട്? സമയം 4 മണിയായല്ലോ. റബ്ബേ, എന്താ ഞാൻ ചെയ്യുക? ഒരു നിമിഷം അവൾ അവരുടെ മണിയറയുടെ അരികിലേക്ക് നടന്നു. മുട്ടി വിളിച്ചാൽ ഒരു പക്ഷേ അവരുടെ ആ ഒരു സുഖമായ ഉറക്കത്തിന് ഞാനൊരു തടസ്സമാകും. എന്താ ഞാൻ ചെയ്യുക? എനിക്കറിയുന്നില്ല. അവർ 2 പേരും നല്ല സ്വപ്നലോകത്തായിരിക്കും. ഒരുപക്ഷെ ക്ഷീണിച്ചുറങ്ങിയതായിരിക്കും, അറിയില്ല. ഞാൻ മുട്ടി വിളിച്ചാൽ അത്. ജെയ്ത്തൂൻ ബീവി നേരെ തിരിഞ്ഞ് പോയി തൻ്റെ റൂമിലേക്ക്. നിസ്കാരം കഴിഞ്ഞ് സുബഹിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവർ. എന്നാൽ ഈ സമയമായിട്ടും ആ റൂമിൽ വെളിച്ചമോ ഒരു ശബ്ദമോ ഒന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല. പക്ഷേ എൻ്റെ അറബി, അദ്ദേഹം ഒരിക്കൽ പോലും തഹജ്ജുദ് നഷ്ടപ്പെടുത്താത്ത ആളാണ്. എന്തു ചെയ്യും? വീണ്ടും മണിയറയുടെ ആ വാതിലിനരികിൽ അതാ അവൾ വരുന്നു. സെയ്ഫ് അറബിയുടെ ആദ്യ ഭാര്യ ജെയ്ത്തൂൻ ബീവി. എന്നാൽ പെട്ടെന്ന് തന്നെ അതാ വാതിൽ തുറക്കുന്നു. അവൾ വാതിലിൽ മുട്ടുവാൻ വേണ്ടി നിന്നപ്പോഴേക്കും സെയ്ഫ് അറബി, ജെയ്ത്തൂൻ, നീ എന്താ ഇവിടെ? ഞാൻ അങ്ങേ വിളിക്കുവാൻ വേണ്ടി വന്നതായിരുന്നു. എന്തായാലും കറക്റ്റ് സമയത്ത്. മോളെ, കുഞ്ഞ് അവൻ നല്ല ഉറക്കത്തിലാണ്. ജെയ്ത്തൂൻ ബീവി അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. യാ സെയ്ഫ്, അങ്ങ് ഏറ്റവും നല്ലൊരു ഭർത്താവാണ് എൻ്റെ. എന്താ പറയുന്നത് നീ? സത്യം പറഞ്ഞാൽ സെയ്ഫ് അറബിക്ക് തലേന്ന് രാത്രി ഉറക്കമൊഴിച്ചതിൻ്റെയും എല്ലാത്തിൻ്റെയും ക്ഷീണമുണ്ടായിരുന്നു. അതെ, അതുകൊണ്ട് തന്നെ ജെയ്ത്തൂൻ ബീവിയും തെറ്റിദ്ധരിച്ചു. അർബ, സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യോദിച്ചിട്ട് അല്പസമയം നന്നായി ഒന്ന് ഉറങ്ങിക്കോളൂ കേട്ടോ, ക്ഷീണമെല്ലാം ഒന്ന് മാറട്ടെ. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഒരു നിമിഷം സെയ്ഫ് ചോദിച്ചു, എന്തിന്? അങ്ങക്ക്
വല്ലാതെ ക്ഷീണം തോന്നുന്ന പോലെ. ആ, അത് ഇന്നലെ രാത്രി ഉറക്കം ശരിക്കും കിട്ടിയിട്ടില്ല, അതാണ് പറഞ്ഞത്. ഇതാ ഈ കോഫി കുടിച്ചോളൂ, ഫർസാനക്കുള്ളതും ഉണ്ട്. ആ, ഇതൊന്നും വേണ്ടില്ലായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കൂടുതൽ പ്രശംസിക്കുകയാണ് അവൾ ചെയ്യുന്നത്. സൈഫ്, അങ്ങ് ഒന്നുകൂടെ കിടക്കാൻ പോയിക്കോളൂ കേട്ടോ. നല്ല ക്ഷീണം കാണുന്നുണ്ടല്ലോ മുഖത്ത്. വീണ്ടും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അതാ ഫർസാനയുടെ റൂമിലേക്ക് തന്നെ പറഞ്ഞേക്കുകയാണെന്ന് അറബിക്ക് മനസ്സിലായി. മോളെ, ഇനി എന്ത്, ഞാൻ പള്ളിയിൽ പോട്ടെ. ആ, എപ്പോഴും ഭാര്യയുടെ കൂടെ കിടന്നാലേ സംഭവം കളി മാറും. അത് കേട്ടപ്പോൾ ശരിക്കും സെയ്ത്തൂൻ ബീവി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, സെയ്ഫ്, അതിനു വേണ്ടിയിട്ടല്ലേ അവളെ നിക്കാഹ് കഴിപ്പിച്ചെന്നത്, അല്ലാതെ വെറുതെ അല്ലല്ലോ. സെയ്ഫ് അറബിയോട് സെയ്ത്തൂൻ അത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ സെയ്ഫ് അറബി ഒരു നിമിഷം ഞെട്ടിപ്പോയി. റബ്ബേ, ഇതൊന്ന് ഹലാലായിരുന്നെങ്കിൽ അവളുടെ മുമ്പിൽ വെച്ച് ഞാൻ ഫർസാനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുമായിരുന്നു. റബ്ബേ, എല്ലാ തടസ്സങ്ങളും നീ നീക്കിത്തരണം. അതെ, എല്ലാം ശരിയാക്കി തരണം. അവൾക്ക് ഭർത്താവുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ബാക്കിയുള്ള തെളിവ് കാര്യങ്ങൾ, സർട്ടിഫിക്കറ്റ്സ് എല്ലാം വേണം. നിക്കാഹ് എന്ന് പറഞ്ഞാൽ അതും ഇവിടെ വെച്ചാകുമ്പോൾ അതിൻ്റേതായ രീതിയിലാണ് നടത്തുക. റബ്ബേ, ഒരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ നല്ല രീതിയിൽ റാഹത്തായിട്ട് എനിക്ക് ഫർസാനെ നിക്കാഹ് കഴിക്കാൻ കഴിയണ റബ്ബേ, ആമീൻ. സെയ്ഫ് അറബി ഒരു നിമിഷം പ്രാർത്ഥിച്ചു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. പലരും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് പെട്ടെന്ന് കല്യാണം നിക്കാഹ് നടത്താത്തത്, അതിനെന്താ ഇത്ര തടസ്സം എന്നൊക്കെ. പക്ഷേ ചെറിയ ചെറിയ ചില കാര്യങ്ങളുണ്ട്. നിക്കാഹാണ്, അത് ജീവിതത്തിൽ പവിത്രമായ ഒന്നാണ്. അത് അതിൻ്റേതായ രീതിയിൽ നടത്തണം എന്ന് തന്നെയാണ്. ഇൻഷാ അല്ലാ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാർക്കെല്ലാം സന്തോഷമുള്ളതേ ഞാൻ പറയൂ. അതായത് കുറച്ച് നിങ്ങളെ വിഷമിപ്പിച്ചെങ്കിലും കുറച്ച് കഴിയുമ്പോൾ എനിക്ക് നിങ്ങളെ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ, നിങ്ങളെ സന്തോഷിപ്പിക്കണമല്ലോ. അതിനുള്ള വകയായിട്ടൊക്കെ ഞാൻ വരണ്ട്. ഇൻഷാ അല്ലാ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരൊക്കെയോ കാണുന്നുണ്ട് കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട പൊന്നു കൂട്ടുകാരല്ലേ, സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണേ, അതുപോലെ ലൈക്കും തരണേ. ഇൻഷാ അല്ലാ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.